അസ്സലാമലൈക്കും ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സബി ബേക്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു 1.5 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 5 മുട്ട, അതേപോലെ 1 ഗ്ലാസ് ബട്ടർ മിൽക്ക്, പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര, അതേപോലെ 1.5 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും നമുക്ക് ഒരുമിച്ച് അരിച്ച് വെക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊടിച്ച പഞ്ചസാര ചേർക്കാം, അതേപോലെ വാനില എസൻസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്രീം ചീസ് വേണം. ഇത് നമുക്ക് കേക്ക് ലെയർ ചെയ്യുമ്പോഴാണ് ആവശ്യം. ഈ ക്രീം ചീസിൻ്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ഷുഗറും അതേപോലെ 50 ഗ്രാം ബട്ടറും കൂടി ഒന്നിച്ച് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ക്രീം സെറ്റ് ചെയ്തതിന് മുകളിലേക്ക് ഈ ക്രീം ചീസിൻ്റെ ഇത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കളർ സ്പ്ലാഷിൻ്റെ കളറാണ് ഞാനിവിടെ, ജെൽ കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വേണം നമുക്ക്. അതായത് എഗ്ഗ് ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ ബട്ടർ എടുത്ത് വെച്ചിട്ടില്ല, ഒരു 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കാം. അതായത് എഗ്ഗ് ബീറ്റ് ചെയ്തു, അതിനുശേഷം എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴാണ് നമുക്ക് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതായത് ബട്ടർ മിൽക്കും എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ടിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഓവണിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 45 മിനിറ്റോളം ബേക്ക് ചെയ്യേണ്ടി വരും, 150 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് ഞാൻ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും അതേപോലെ ബട്ടർ മിൽക്കും ബട്ടറും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു, അതേപോലെ കളറും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലൊഴിച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി കിട്ടും. കണ്ടില്ലേ കേക്ക് ബാറ്റർ? നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കുവാൻ. കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ടാണ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു ചെറിയ ടിന്നിലും കൂടി കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. കേക്ക് ഇവിടെ ഞാൻ 2 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്രീം ചീസും ക്രീമെല്ലാം ആഡ് ചെയ്യുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാൻ. നല്ല സോഫ്റ്റ് കേക്കുമാണ്. ഇവിടെ ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്രീം ചീസ് ആഡ് ചെയ്താണ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തത്. ഏകദേശം ഒരു 2.25 കപ്പോളം ക്രീം ഇതിനാവശ്യമായി വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ എടുത്തു വെച്ച ക്രീം ചീസും ബട്ടറും അതേപോലെ ഷുഗർ പൗഡറും കൂട്ടി ഒരുമിച്ച് ബീറ്റ് ചെയ്തതാണ് ഇത്. നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയറിലേക്ക് ഞാൻ ആദ്യം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ വെക്കാം. ഞാൻ ക്രീം ചീസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ് ഈ ക്രീം ചീസ് റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് ആഡ് ചെയ്താൽ. കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാൻ. കേക്ക് ഇവിടെ ഏകദേശം ക്രീം ചീസും ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതിന് ശേഷം മുകളിലെ ഡെക്കറേഷൻ ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടില്ലേ? നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക് കഴിക്കുവാൻ വേണ്ടി. ക്രീം ചീസും ക്രീമും എല്ലാമായിട്ട് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. കണ്ടില്ലേ? അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും ഓൾ ഫ്രണ്ട്സ്.